അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്നരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തന്നെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി ഇയ്യോബിൻ്റെ പുസ്തകം 17-ാം അധ്യായം 1-ാം വാക്യം നമുക്ക് വായിക്കാം. എൻ്റെ ശ്വാസം ക്ഷയിച്ചു, എൻ്റെ ആയുസ് കെട്ടുപോകുന്നു, ശ്മശാനം എനിക്കായി ഒരുങ്ങിയിരിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദവാക്യമാണ് നാം കേട്ടത്. യഹോവ സാത്താനോട്, എൻ്റെ ദാസനായ ഇയ്യോബിന്മേൽ നീ ദൃഷ്ടി വെച്ചുവോ? അവനെപ്പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ട് അകലുന്നവനും ഭൂമിയിൽ ആരും ഇല്ലല്ലോ. ഇയ്യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം 8-ാം വാക്യമാണ് നാം കേട്ടത്. വിശ്വസ്തയോടെ ദൈവവഴിയിൽ മാത്രം യാത്ര ചെയ്യുന്ന ഇയ്യോബിനെ കൊടുക്കുവാനാണ് സാത്താൻ ഇപ്പോൾ യഹോവയുടെ സന്നിധിയിൽ ചെന്നിരിക്കുന്നത്. ഇയ്യോബിൻ്റെ യോഗ്യതകൾ ദൈവം സാത്താനോട് വിവരിക്കുന്നുണ്ട്. ഹൃദയത്തിൽ അകൃത്യം കരുതുകയോ ആരോടെങ്കിലും കൈപ്പായിരിക്കുകയോ ചെയ്യാത്ത വ്യക്തിയാണ് ഇയ്യോബ് എന്ന് ദൈവം സാത്താനോട് പറഞ്ഞു. രണ്ടാമത്തെ യോഗ്യത, ഇയ്യോബ് നേരുള്ളവനാണ് എന്ന് വെച്ചാൽ സത്യസന്ധത ഉള്ളവൻ ആണ് എന്ന് സാരം. ആരെയും വഞ്ചിക്കുകയോ മോഷ്ടിക്കുകയോ നുണ പറയുകയോ ചെയ്യാത്ത വ്യക്തിയാണ് ഇയ്യോബ് എന്ന് യഹോവ സാത്താനോട് പറഞ്ഞു. മൂന്നാമത്തെ യോഗ്യത, ഇയ്യോബ് ദൈവഭയമുള്ളവനാണെന്ന് യഹോവ സാത്താനോട് പറഞ്ഞു. നാലാമത്തെ യോഗ്യത, ദോഷം വിട്ട് അകലുന്നവനാണ് ഇയ്യോബ് എന്ന് യഹോവ സാത്താനോട് പറഞ്ഞു. ദൈവം ഇയ്യോബിന് കൊടുത്ത സാക്ഷ്യങ്ങളാണ് നാം ഇപ്പോൾ കേട്ടത്. ഇത്രയും യോഗ്യതകളാണ് ദൈവം ഇയ്യോബിൽ കണ്ടത്. ആ യാഥാർത്ഥ്യം യഹോവ സാത്താൻ അറിയിച്ചു കഴിഞ്ഞു. ഇയ്യോബ് ദൈവത്തിന് ബോധിച്ചവണ്ണം ജീവിച്ചിരുന്നതിനാൽ സാത്താൻ അവനെ തൊടുവാൻ പോലും കഴിഞ്ഞിരുന്നില്ല. കാരണം തന്നെ അനുസരിക്കുന്നവർക്ക് ചുറ്റും കർത്താവ് വേലി കെട്ടുന്നത് കൊണ്ടാണിത്. തൻ്റെ മക്കൾക്ക് ചുറ്റും അതിലല്ല വേലിയാണ് കർത്താവ് കെട്ടുന്നത്. വേലിയുടെ പ്രത്യേകത അകത്ത് നിൽക്കുന്നവർക്ക് പുറത്തുള്ളവരെയും പുറത്തു നിൽക്കുന്നവർക്ക് അകത്തുള്ളവരെയും കാണാം എന്നതാണ്. അകത്ത് നിൽക്കുന്നവർ പുറത്തു കടന്നാൽ പ്രതിസന്ധിയിലാകും നിശ്ചയം. അപ്പോൾ തന്നെ പുറത്തു നിൽക്കുന്നവർക്ക് അകത്ത് കടക്കുവാൻ ദൈവം അനുവദിക്കുകയുമില്ല. ഇയ്യോബ് നല്ല ഒരു ദൈവശാസ്ത്രജ്ഞനായിരുന്നു എന്ന് പറഞ്ഞാൽ തെറ്റില്ല. കാരണം ഇയ്യോബ് പറയുകയാണ്, ഇയ്യോബിൻ്റെ പുസ്തകം 9-ാം അധ്യായം 4-ാം വാക്യത്തിൽ, ദൈവം ജ്ഞാനിയും മഹാശക്തനുമാകുന്നു എന്ന്. ഇയ്യോബിൻ്റെ പുസ്തകം 9-ാം അധ്യായം 5-ാം വാക്യത്തിൽ, അവൻ പർവ്വതങ്ങളെ അവ അറിയാതെ നീക്കിക്കളയുന്നുവെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇയ്യോബിൻ്റെ പുസ്തകം 9-ാം അധ്യായം 7-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത്, ദൈവം നക്ഷത്രങ്ങളെ പൊതിഞ്ഞ് മുദ്രയിടുന്നുവെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇയ്യോബിൻ്റെ പുസ്തകം 9-ാം അധ്യായം 8-ാം വാക്യത്തിൽ, ദൈവം സമുദ്രത്തിലെ തിരമാലകളിൽ മേൽ നടക്കുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. പുതിയ നിയമത്തിൽ ശിഷ്യന്മാർ പോലും ഈ യാഥാർത്ഥ്യം ആദ്യം വേണ്ട വിധം മനസ്സിലാക്കിയില്ല. തിരമാലകളുടെ മേൽ യേശു നടക്കുന്നത് കണ്ടപ്പോൾ ശിഷ്യന്മാർ ഭയപ്പെട്ടു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ദൈവം തിരമാലകളുടെ മേൽ നടക്കുന്നുവെന്ന് ഇയ്യോബ് അവൻ്റെ ഏറ്റവും വലിയ കഷ്ടതയിൽ തന്നെ പ്രസ്താവിച്ചിരിക്കുന്നു. ദൈവത്തെ ഇയ്യോബ് തള്ളിപ്പറയുമെന്ന ചിന്തയാൽ ദൈവത്തിൻ്റെ അനുവാദത്തോടെ സാത്താൻ ഇയ്യോബിനെ ദണ്ഡിപ്പിക്കുമ്പോൾ ഇയ്യോബ് ദൈവത്തിൻ്റെ വലിയ കഴിവുകളെക്കുറിച്ച് അവൻ്റെ കഷ്ടതയിൽ തന്നെ വിവരിച്ചു കൊണ്ടിരിക്കുന്ന രംഗമാണ് നാം കേട്ട വാക്യങ്ങളിൽ കാണുവാൻ കഴിയുന്നത്. ആ ഭാഗങ്ങളിൽ ഒന്നിലും ദൈവത്തിനെതിരെ ഒരു വാക്കും ഇയ്യോബ് പറയുന്നില്ല. ദൈവത്തിന് മഹത്വം വരുവാൻ തക്കവണ്ണം അവൻ സംസാരിച്ചു. ഇയ്യോബിൻ്റെ പുസ്തകം 9-ാം അധ്യായം 17-ാം വാക്യത്തിൽ ഇയ്യോബ് പറയുകയാണ്, കൊടുങ്കാറ്റ് കൊണ്ട് അവൻ എന്നെ തകർക്കുന്നുവല്ലോ എന്ന്. കഷ്ടത വരുമ്പോൾ കരയാത്തവർ ആരും കാണുകയില്ല. എന്തുകൊണ്ട് അപ്രകാരം പ്രതിസന്ധികൾ കടന്നു വരുന്നുവെന്ന് നാം ചിന്തിച്ച് ദൈവസന്നിധിയിൽ അഭയം പ്രാപിച്ചാൽ കർത്താവിൽ നമുക്ക് ആശ്വാസം കണ്ടെത്തുവാൻ കഴിയും. നാം തുടക്കത്തിൽ വായിച്ച വാക്യം ഇയ്യോബിൻ്റെ പുസ്തകം 17-ാം അധ്യായം 1-ാം വാക്യം ആണല്ലോ. ശ്മശാനം എനിക്കായി ഒരുങ്ങിയിരിക്കുന്നു എന്നാണ് ഇയ്യോബ് ഈ വാക്യത്തിൽ വിളിച്ചു പറയുന്നത്. അബ്രഹാമിൻ്റെ മകനായ ഇസ്ഹാക്കിൻ്റെ മകനായ യാക്കോബ് ഒരിക്കൽ പറഞ്ഞത് ഇപ്രകാരമാണ്, ഞാൻ ദുഃഖത്തോടെ എൻ്റെ മകൻ്റെ അടുക്കൽ പാതാളത്തിൽ ഇറങ്ങും. ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായം 35-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്താണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാലും ഇയ്യോബാകട്ടെ ദൈവത്തിനെതിരെ ആരോപണം ഉന്നയിച്ചില്ല. സകലതും തനിക്ക് പ്രതികൂലമെന്ന് പറഞ്ഞ യാക്കോബ് തൻ്റെ സ്വന്തം അതരം കൊണ്ട് ജോസഫിനോട് തന്നെ പറഞ്ഞത്, കാട്ടുമൃഗം കടിച്ചു കീറിപ്പോയി എന്ന് ജോസഫിനെക്കുറിച്ച് നിലവിളിച്ച യാക്കോബ് പറഞ്ഞത്, നിൻ്റെ മുഖം കാണുമെന്ന് ഞാൻ വിചാരിച്ചില്ല, നിൻ്റെ മക്കളെയും കാണുവാൻ ദൈവം എനിക്കിട വരുത്തിയല്ലോ എന്നാണ്. ഇയ്യോബിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്
അതിൻ്റെ ശേഷം ഇയ്യോബ് 140 സംവത്സരം ജീവിച്ചിരുന്നു. അവൻ മക്കളെയും മക്കളുടെ മക്കളെയും 4-ാം തലമുറയോളം കണ്ടു എന്നാണ് ഇയ്യോബിൻ്റെ പുസ്തകം 42-ാം അധ്യായം 16-ാം വാക്യത്തിൽ ആണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കെതിരെ ആരെല്ലാം ശവക്കുഴി തുറന്നു വെച്ചാലും നാം ഭയപ്പെടേണ്ട. യെശയ്യാ പ്രവചനം 51-ാം അധ്യായം 14-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്രകാരമാണ്: അവൻ കുണ്ടറയിൽ മരിക്കുകയില്ല എന്നല്ല, കുണ്ടറയിൽ കിടന്ന് മരിക്കേണ്ടി വരികയില്ല എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, ഇയ്യോബ് അനുഭവിച്ച വേദനയും വ്യതയും നാം അനുഭവിക്കുന്നുണ്ടാവുകയില്ല. അവൻ അനുഭവിച്ച പ്രതിസന്ധികളായിരിക്കുകയില്ല നമ്മുടേത്. എങ്കിലും താങ്ങുവാൻ പറ്റാത്ത ഏതെങ്കിലും വിഷയത്തിൽ നാം സങ്കടപ്പെടുമ്പോൾ കാൽവരി ക്രൂശിലേക്ക് നാം ഒന്ന് നോക്കണം. ഒരു കാര്യം ഞാൻ ഉറപ്പു തരുന്നു: ക്രൂശ് ഒരിക്കലും അവസാനമല്ലായിരുന്നു. യേശുവിനെ തീർത്ത് കളയാമെന്ന് ചിന്തിച്ചിരുന്ന യഹൂദന്മാരും ന്യായശാസ്ത്രിമാരും പരീശന്മാരും മഹാപുരോഹിതന്മാരും ചിന്തിച്ചത് ഇതാൽ അവരുടെ എല്ലാ പ്രശ്നങ്ങളും തീർന്നു എന്നാണ്. അവരുടെ സകല കലാപരിപാടികളും അനുസ്യൂതം തുടർന്നു കൊണ്ട് പോകുവാൻ കഴിയും എന്നാണ് അവർ ചിന്തിച്ചത്. യേശുവിൻ്റെ ക്രൂശീകരണത്തിന് ശേഷം AD 70 വരെ മാത്രമേ യഹൂദന്മാർക്ക് യഹൂദ പ്രവിശ്യയിൽ താമസിക്കുവാൻ കഴിഞ്ഞുള്ളൂ. കർത്താവായ യേശു ക്രിസ്തു അവരോട് വാക്കും ഭാഷണവും കൂടാതെ പറയുകയാണ്: നിങ്ങളുടെ ഹൃദയത്തിൽ പല വിചാരങ്ങളുണ്ട്, യഹോവയുടെ ആലോചനയോ നിവൃത്തിയാകുമെന്ന്. യെരുശലേം ദേവാലയത്തെ നോക്കിക്കൊണ്ട് ശിഷ്യന്മാർ യേശുവിനോട് ഈ ആലയത്തിൻ്റെ കല്ലുകളുടെ വലിപ്പം എത്ര വലിയതെന്ന് പറഞ്ഞ് അത്ഭുതപ്പെടുന്നു. യേശു അവരോട്: നിങ്ങൾ ഈ വലിയ പണി കാണുന്നുവോ? ഇത് കല്ലിന്മേൽ കല്ല് ശേഷിക്കാത്ത കാലം വരും എന്നാണ് പറഞ്ഞത്. യേശു പറഞ്ഞ ആ ആലോചനയാണ് പിന്നീട് റോമൻ കൈസറായി തീർന്ന ടൈറ്റസ് എന്ന റോമൻ പട്ടാള മേധാവിയുടെ നേതൃത്വത്തിൽ യെരുശലേം പട്ടണവും ആലയവും ഉഴുതുമറിച്ച് യഹൂദന്മാരെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് ചിഹ്നിച്ചു കളഞ്ഞത്. യേശുവിനെ ക്രൂശിക്കുവാൻ ഏൽപ്പിച്ചതിന് ശേഷം പിതാവ് പുത്രനെ ഉപേക്ഷിച്ച് പോവുകയല്ല ചെയ്തത്. ജോസഫിനെ തൻ്റെ പിതാവിൽ നിന്ന് അകറ്റിയത് അവൻ്റെ ദർശനം നിവൃത്തിയാകുവാൻ വേണ്ടിയായിരുന്നു. യോബിൻ്റെ പ്രതിസന്ധികൾക്ക് കാരണം സാത്താൻ്റെ മുമ്പിൽ തൻ്റെ മകനെ ആദരിക്കുന്നതിന് വേണ്ടിയായിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, നമ്മുടെ പ്രതിസന്ധികൾക്ക് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ടെന്ന യാഥാർത്ഥ്യം നാം മറന്നു പോകരുത്. നാം ഒന്ന് മാത്രം ചെയ്ത് കർത്താവിനായി കാത്തിരിക്കുക. നേരുള്ളവനും നിഷ്കളങ്കനും ദൈവഭയമുള്ളവനും ദോഷം വിട്ടകലുന്നവനും ആണെന്ന് ഉറപ്പുവരുത്തി ജീവിക്കുക. ദൈവം സകലതും നന്നായി ചെയ്യുന്നവനാണ്. നാളുകൾക്ക് ശേഷം നാം പുറകോട്ട് നോക്കുമ്പോൾ മനസ്സിലാകും അന്നത് സംഭവിച്ചത്. അന്ന് നമ്മുടെ ജീവിതത്തിൽ വലിയ കഷ്ടത അനുഭവിക്കേണ്ടി വന്നത് നന്മയ്ക്കായിരുന്നുവെന്ന്. ആകയാൽ ക്രൂശിക്കപ്പെട്ടവനായ കർത്താവായ യേശു ക്രിസ്തുവിനെ നോക്കി വിശ്വസ്തയോടെ നമുക്കും ലാക്കിലേക്ക് ഓടാം. കർത്താവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചുകൊണ്ട് നിത്യജീവൻ അവകാശികളായി തീരുകയും ചെയ്യാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ ജോലിയില്ലാതെ ഭാരപ്പെടുന്നുവെങ്കിൽ അങ്ങ് അവർക്ക് ജോലി കൊടുക്കണമേ. കടഭാരമുള്ളവരുടെ കടഭാരം മാറ്റി കൊടുക്കണമേ. സമാധാനമില്ലാത്തവർക്ക് സമാധാനം കൊടുക്കണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനുള്ള ബുദ്ധിയും ജ്ഞാനവും ഓർമ്മശക്തിയും കൊടുക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.